എല്ലാവർക്കും നമസ്കാരം. പരദേവതാ ശക്തി പല ആൾക്കാർക്കുമുള്ള ഒരു സംശയമാണ്. കുലദേവതകൾ ഞങ്ങൾക്കില്ല, കുലദേവതകളെ ഒന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലും പരിഹാരം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഉള്ള ഈ ഒരു സഫറിങ്ങിൽ നിന്ന് അങ്ങ് മാറായിരുന്നെന്നുള്ളത്. പല ആളുകൾ എന്നിലേക്ക് വരുമ്പോഴും അവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ഇടനാടി കുറച്ചുകൂടും സജീവമല്ലാത്തത് കൊണ്ടാണ് ആത്മാവിന് ഇത്രയും നാളായിട്ടും സാധനയിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണത്വം വരാത്ത എന്നുള്ളത്. എപ്പോഴും തന്ത്രയോഗയുടെ മാർഗം എന്ന് പറയുമ്പം തന്ത്ര എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മോചിപ്പിക്കുക എന്നുള്ള യോഗയുടെ മാനം. യോഗ പലതരമുണ്ട്. അവബോധത്തിലേക്ക് പോകാനായിട്ടും നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങളെ പല രീതിയിലും പോഷ്ടിപ്പെടുത്താൻ പല രീതിയിലും യോഗയുടെ മാനങ്ങളുണ്ട്, പല രീതിയിലും. എന്നാൽ ശിവന്റെ 112 മാർഗത്തിലെ ഏറ്റവും ഉയർന്ന മാർഗമാണ് തന്ത്രയോഗ. ഈ ഒരു ലൈഫ് ടൈമിൽ തന്നെ ആ ഒരു കോൺഷ്യസും ആ ഒരു നിർവ്വാണ അവസ്ഥയിൽ എത്തുവാനായിട്ടും പൂർണ്ണമായിട്ടും അറിഞ്ഞുകൊണ്ട്, ഈ ശരീരവും മനസ്സും അറിഞ്ഞുകൊണ്ട് ഈ ഒരു ആത്മാവിനെ ആ പൂർണ്ണ ബോധത്തിലേക്ക് ലയനം ചെയ്യിക്കുവാനുമായിട്ടാണ്. അപ്പം പല ആൾക്കാർക്കുമുള്ളൊരു സംശയമാണ് കുലദേവത എന്ന് പറയുമ്പം. എപ്പോഴും മനസ്സിലാക്കൂ, തന്ത്രയോഗയുടെ മാർഗത്തിൽ പരദേവത എന്ന് പറയുന്നത് കാളിയാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ കുണ്ടലിനി ചൈതന്യം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ സൃഷ്ടിയുടെ അവബോധം നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ സൃഷ്ടി ജ്ഞാനം കൊണ്ട്, ഈശ്വരൻ എന്ന് പറയുന്നത് ശുദ്ധമായ ബോധമാണ്. ഈ ബോധമാണ് നമ്മളിലുള്ളതും. ആ സംതൃപ്തി നിറഞ്ഞ ആ ബോധം നമ്മളും അനുഭവിച്ചറിഞ്ഞ ധ്യാനത്തിലൂടെ. അപ്പം ആ ദൈവ ചൈതന്യം, അല്ലെ നമ്മൾ ആ ചൈതന്യത്തിലേക്ക് ലയിക്കാൻ നമ്മളിൽ കൊണ്ടുവന്ന ശക്തിയുടെ പേരാണ് ശിവ കുണ്ടലിനി ചൈതന്യം. അപ്പം ശിവനാണ് ഈ ബോധം. ഈ ശിവനെ നമ്മൾ ബോധം എന്നാണ് പറയുന്നത്, ശൂന്യമായ ബോധം. അപ്പം ആ ബോധം നമ്മളിലേക്ക് ലയിപ്പിക്കാനായിട്ട് നമ്മളിലുള്ള ചൈതന്യമാണ് കുലകുണ്ടലിനി ആയിരിക്കുന്ന ശിവകുണ്ടലിനി ചൈതന്യം. എപ്പോഴും ദേവി പാർവതിയെ കാണുന്നത് ഒരു ആത്മീയ അന്വേഷകയായിട്ടാണ് തന്ത്രയുടെ മാർഗത്തിൽ. ശിവന്റെ അരികിൽ എപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട്. അപ്പം ആ രീതിയിൽ ദേവി പാർവതി ഒരു ദിവസം ശിവന്റെ അരികിൽ ചോദിച്ചു, എന്താണ് ഈ സൃഷ്ടിയുടെ അടിസ്ഥാനം എന്നുള്ളത്, ഈ സൃഷ്ടി നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. ആ അടിസ്ഥാനത്തെ ചോദിച്ചപ്പോൾ ശിവൻ പറഞ്ഞു കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഇത്രമാത്രമായിരുന്നു: ജ്ഞാനമാണെന്നുള്ളത്. ശുദ്ധമായ ജ്ഞാനത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ സൃഷ്ടിയുടെ അടിസ്ഥാനം എന്നുള്ളത്. അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചപ്പോൾ ശിവൻ പറഞ്ഞു കൊടുത്തു, നിന്നിലൂടെ സാധിക്കുമെന്നുള്ളത്. നിന്നിലൂടെ സാധിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത്ര മാത്രമാണ്: ശക്തിയാവുന്ന നിന്നിലൂടെ. അപ്പം നമുക്ക് പരദേവത എന്ന് പറയുന്നത് എപ്പോഴും തന്ത്രയുടെ മാർഗത്തിൽ കാളിയായിട്ടാണ് കാണുന്നത്. ഈ കുലകുണ്ടലിനി ചൈതന്യത്തിലിരിക്കുന്ന പരദേവത ശക്തി അംശമാണ്. മണിപ്പൂരക ചക്രത്തിലെ ഊർജമാണ് കാളിമാതാവ് എന്ന് പറയുന്നത്. കുലദേവതയെ നമ്മൾ ആരാധിക്കേണ്ടതില്ല, നമ്മുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ്, മുക്തിയിലേക്ക് വേണ്ടിയിട്ടാണ്. തന്ത്രയുടെ മാർഗത്തിൽ പല രീതികളുമുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെ നമ്മളെ മോചനപ്പെടുത്തുന്ന രീതികളുണ്ട്. അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ സാധന ചെയ്യുമ്പം നമ്മുടെ ഇടനാടി എപ്പോഴും പൂർവിക സ്മൃതികളിൽ കിടക്കുന്ന ഒരു നാടിയാണ്. ഈ ഇടനാടിയിൽ നിന്നുള്ള മോചനത്തിലൂടെ മാത്രമാണ് നമുക്ക് ഇടയും പിങ്കളയും ഒരേ സമയം സംഗമിച്ച് പ്രാണൻ നട്ടലിലൂടെ പൊങ്ങി വന്ന് നമ്മുടെ ആത്മയിൽ നിൽക്കുന്നുള്ളൂ. അങ്ങനെ നിൽക്കുന്ന ക്രമീകരണത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും ശക്തിക്രിയ വേണം. അപ്പം ശക്തിക്രിയയിലൂടെ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ, നമ്മുടെ പ്രാണനെ പൂർണ്ണമായിട്ടും അവിടെ ലയനം ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം, ഈ പറയുന്നതൊന്നും, ഇതൊന്നും പറയില്ല, വാക്കിലൊന്നും ഒരു കാര്യമില്ല. എത്ര പറഞ്ഞാലും ഇതിൻ്റെ അപ്പുറമാണ് ആത്മാവിൻ്റെ അനുഭൂതി, ആത്മാവിൻ്റെ തലങ്ങളെന്ന് പറയുന്നത്. ഈ മനസ്സും ശരീരം അതിനുശേഷം സ്പർശിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഓർമ്മകൾ ഓർത്തെടുത്താണ് മനസ്സ് പറയുന്നത്, ആ ഉയർന്ന ബോധത്തിൽ ഇരുന്നുകൊണ്ട്. അപ്പം ഈശ്വരനെ അറിയുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അതിന് പക്ഷേ ഇപ്പോൾ ഒരു 3 ദിവസത്തെ 4 ദിവസത്തെ സാധന വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മാനത്തിലേക്കെല്ലാം തന്നെ എനിക്ക് നിങ്ങളെ എത്തിക്കാൻ സാധിക്കും. ആ ഈശ്വരൻ്റെ ശുദ്ധമായ അനുഭൂതിയിലേക്ക് ശക്തി വഴി ലയിപ്പിക്കാൻ പറ്റും. അതിനാണ് തന്ത്രയോഗയുടെ മാർഗം. പക്ഷേ അത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കിപ്പോൾ പറ്റുമെന്നറിയില്ല. നമ്മുടെ കുണ്ടലിനി ചൈതന്യം മുകളിലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ശിവബോധ ശക്തി പൂർണ്ണമായിട്ടും എത്തിക്കും അവിടെ കൊണ്ടുവന്ന് ആ ശുദ്ധബോധത്തിലേക്ക്. ആ ശുദ്ധബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. നിങ്ങൾ അഗ്നി പോലെ കത്തുകയും
നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം ഒരു ചുള്ളിക്കമ്പാവുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ആ ഉയർന്ന ജ്ഞാനത്തിലേക്ക് പോകാൻ അതിന് പറ്റിയിട്ടുള്ള സ്ഥലം വേണം. മോചനം എന്ന് പറയുമ്പം പൂർണ്ണമായിട്ടും അതിന് പറ്റിയിട്ടുള്ള ക്രമീകരണത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കണം. എന്നാൽ ഉയർന്ന തട്ടിലെ മാനങ്ങളെല്ലാം തന്നെ ഒരിക്കലും ഒന്നും വിശ്വസിക്കരുത്. എല്ലാം അനുഭവിച്ചറിയുക. അനുഭവത്തിൻ്റെ അപ്പുറത്തേക്കും കടന്നു കയറും. ഒരു അനുഭവത്തിൻ്റെ അപ്പുറത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കാനൊരു മനസ്സും ഈ ശരീരത്തിൻ്റെയും അപ്പുറത്തേക്ക് വേറെ തലങ്ങളുണ്ട്. അവിടെ ഒന്നും തന്നെ ഇല്ല, ശൂന്യതയാണ്. അവിടെ മനസ്സിന് പോലും ഒരു പ്രശസ്തിയില്ല. ഈ അനുഭവ സമ്പത്തിന് പോലും ഒരു പ്രശസ്തി ഇല്ലാത്ത അതിനേക്കാട്ടിൽ ഉയർന്ന തട്ടിലേക്ക് കയറി കഴിയും. തന്ത്രയുണ്ട്, യോഗയുണ്ട്, സാധന ടൂൾസ് ഉണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ മാനത്തിലേക്കും നമുക്ക് കടന്നു കയറാൻ പറ്റും. അപ്പോൾ കുലദേവത ഇല്ലാത്തവരൊരിക്കലും വിഷമിക്കല്. നിങ്ങളുടെ കുണ്ടലിനി ചൈതന്യം എന്ന് പറയുന്ന ശുദ്ധബോധമായ ശിവൻ്റെയാണ്. ആ കുണ്ടലിനി ചൈതന്യത്തെ ഉയർത്താനായിട്ടുള്ള മാർഗമായി വന്നിരിക്കുന്നത് പരദേവത ശക്തിയായിട്ടുള്ള കാളിയുടെയാണ്. അപ്പം ഇത് രണ്ടും സംഗമിക്കുമ്പോൾ ഇടനാടി ഉയർത്താനായിട്ട് കുലദേവതയെ കണ്ടെത്താൻ വേണ്ടി പരിശ്രമം നടത്തേണ്ട, അതിനുള്ള സാധന ക്രമീകരണത്തിലൂടെ നമുക്കവിടെ ഉയർന്നെത്താൻ പറ്റും. നമസ്കാരം.